LDF-ന് ഇനി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണവന്മാരടിക്കണം. UDF വിചാരിക്കുന്നു. അങ്ങനെയാണ് ആവണമെന്നാണ് ആഗ്രഹം. ഇടതുപക്ഷത്തിനാണ് സാധ്യത കൂടുതൽ. മാറ്റം ഒരുപാട് മാറ്റങ്ങൾ വരും. LDF വരണം എന്നാണ് ആഗ്രഹം. നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വരുവാ. ആര് വന്നാലും നമുക്ക് പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റൂലല്ല. 2024 ലോക്സഭാ ഇലക്ഷനിൽ ഇക്കുറി കേരളം ആർക്കൊപ്പമാകും? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ നമ്മുടെ കേരളം ഈ പറയുന്ന പോലെ LDF ഉണ്ടോ UDF ഉണ്ടോ? LDF-ന് ഇനി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണവന്മാരടിക്കണം. ഇപ്പോഴത്തെ ഭരണത്തിൽ യാതൊരു തൃപ്തിയില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം കണ്ടിട്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് തോന്നിയിട്ടില്ല. എല്ലാം ശരിയാവുന്ന പറഞ്ഞാൽ അവർക്ക് ശരിയായി, നമുക്ക് അത് ശരിയായിട്ടില്ല. അത്രേ ഉള്ളൂ. UDF വിചാരിക്കുന്നു. അങ്ങനെയാണ് ആവണമെന്നാണ് ആഗ്രഹം. LDF ആണോ ഭൂരിഭാഗം നമുക്കറിയില്ല. എൻ്റെ ആഗ്രഹം ഇനി അവരൊന്നും ഭരിച്ചു നോക്കട്ടെ എന്നാണ്. കാരണം ഇപ്പോൾ 10 കൊല്ലയിൽ ഇവർ ഭരിക്കുന്നു, ഇനി ഒന്ന് മാറി ഭരിച്ചു നോക്കട്ടെ. ഇടതുപക്ഷത്തിനാണ് സാധ്യത കൂടുതൽ. 12 സീറ്റെങ്കിലും ഇടതുപക്ഷം പിടിക്കും. 12 സീറ്റ് പിടിക്കും. അത് UDF-ന് ഉണ്ടായുള്ളൂ. വരും മാറ്റം ഒരുപാട് മാറ്റങ്ങൾ വരും. എങ്ങനെ ഒരു 10-12 സീറ്റെങ്കിലും കിട്ടും ഉറപ്പ്. നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വരുവാ. ആര് വന്നാലും നമുക്ക് പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റൂലല്ല. ആര് വന്നാലേ നമുക്ക് പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഈ വെയിലും ചൂടും ഒക്കെ കൂടി ആയതുകൊണ്ട് നമുക്ക് പണി ചെയ്യാനും കൂടി പറ്റുന്നില്ല. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ LDF ഭരണത്തിൽ വരും UDF വരും? LDF വരണം എന്നാണ് ആഗ്രഹം. LDF-ന്റെ ഭരണം തൃപ്തികരമാണോ? എനിക്ക് തൃപ്തികരമാണ്. ബാക്കി എല്ലാവരുടെ കാര്യം അറിയില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട്.